അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ക്രിസ്ത്യൻ ലൈവിൻ്റെ ഫൗണ്ടർ CEO ആയിരിക്കുന്ന അജി, ക്രിസ്ത്യൻ ലൈവിലെ എല്ലാ സ്റ്റാഫ് വർക്കേഴ്സിനും, ക്രിസ്ത്യൻ ലൈവിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മളെ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്നുള്ള വിഷയമാണ്. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. അതിന് ആധാരമായി 2 തീമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 തീമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഒന്നുകൂടെ ആ തിരുവചനം ഞാൻ വായിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർ. കർത്താവിൻ്റെ മടങ്ങി വരവ് പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലെ അവസാന 27 പുസ്തകങ്ങളിൽ ഓരോ 25 വാക്യങ്ങളിൽ 1 പ്രാവശ്യമെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 20-1 ഈ വിഷയം ഉദ്ധരിച്ചിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ ആദ്യ വരവ് ഉദ്ധരിക്കുമ്പോൾ മടങ്ങി വരവ് 8 പ്രാവശ്യം ഉദ്ധരിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ പ്രവചനങ്ങൾ മറ്റേത് ഉപദേശത്തെക്കാളും 8 മടങ്ങ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രധാന പ്രവചന ഉപദേശമാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കർത്താവിൻ്റെ 1-ാം വരവും മടങ്ങി വരവും പ്രത്യേകം അടുത്തടുത്ത് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തിരുവചനത്തിൽ 30,000 വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രചോദമായിരിക്കുന്നത് മടങ്ങിവരവിൻ്റെ വാഗ്ദത്തങ്ങളാണ്. നമ്മളെല്ലാ വാഗ്ദത്തങ്ങളും വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. കർത്താവ് 500 വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും കർത്താവ് ഊന്നൽ കൊടുത്തത് തൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളാണ്. തിരുവചനം വ്യക്തമായി പറയുന്നു, കർത്താവ് മടങ്ങി വരും. പ്രവാചകന്മാർ കർത്താവിൻ്റെ ആദ്യ വരവ് പ്രവചിച്ചു. കർത്താവ് വന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്. അങ്ങനെ തന്നെ കർത്താവ് ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. ഇന്ന് കർത്താവിൽ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. അവൻ നിശ്ചയമായും വരും. പ്രവാചകന്മാർ പറഞ്ഞ കർത്താവിൻ്റെ ആദ്യ വരവ് പൂർത്തീകരണമായി. 2-ാം മടങ്ങി വരവിൻ്റെ പ്രവചനങ്ങൾ നിശ്ചയമായും പൂർത്തീകരിക്കും. ദൈവത്തിൻ്റെ കലണ്ടറിലെ ഏറ്റവും മഹത്വമായി നടക്കേണ്ട കാര്യം കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ദൈവത്തിൻ്റെ കലണ്ടറിലെ ഏറ്റവും മഹത്വമായി നടക്കേണ്ട കാര്യം കർത്താവിൻ്റെ മടങ്ങി വരവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതെന്ന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. കർത്താവിൻ്റെ മടങ്ങി വരവ് വേഗത്തിൽ നടക്കും. അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞു, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. തിരുവചനം നമ്മളെ നോക്കുമ്പോൾ ദൂതന്മാർ പ്രഖ്യാപനം നടത്തി കർത്താവ് വീണ്ടും വരും. പ്രവൃത്തി പുസ്തകത്തിൽ നമ്മളെ വായിക്കുന്ന 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ, അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിന് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇവിടെ 2 ദൂതന്മാർ, ദൈവത്തിൻ്റെ 2 സന്ദേശവാഹികൾ ദൈവത്തിൻ്റെ സ്വർഗീയ വാർത്ത വിളംബരം ചെയ്യുകയായിരുന്നു. അത് അവരുടെ സന്ദേശമല്ലായിരുന്നു. അവർ സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശവാഹികളും ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ വന്നവരുമായിരുന്നു. അവൻ വീണ്ടും വരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ദൈവം 2 സന്ദേശവാഹികളെ മാനവരാശിയെ കബളിപ്പിക്കുന്ന സന്ദേശത്തിനായി ഭൂമിയിലോട്ട് അയച്ചെന്ന്? തിരുവചനം പറയുന്നു ദൈവം വിശുദ്ധനും നീതിമാനുമാണ്. തിരുവചനം പറയുന്നു ദൈവം പോഷ്ക്ക് പറയുന്ന ദൈവമല്ല. പ്രത്യേകം ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, ദൂതന്മാർ യേശു വീണ്ടും വരുമെന്നല്ല പറഞ്ഞത്. ആ വാക്ക് ശ്രദ്ധിക്കുക. ഈ യേശു വീണ്ടും വരും. ക്രിസ്തുവിനെയും മനുഷ്യരുടെയും വ്യത്യാസം പറഞ്ഞുകൊണ്ട് ദൂതന്മാർ പറഞ്ഞു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിൽ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. സ്നേഹിതരെ, ഈ യേശു ആര്? ഈ യേശു കന്യകയിൽ ഭൂജാതനായി. ഈ യേശു തൻ്റെ തിരുജീവിതത്തിൽ പാപമില്ലാത്തവനായി ജീവിച്ചു. ഈ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഈ യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഈ യേശു രോഗത്തിൻ്റെയും മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ഈ യേശു വീണ്ടും വരും. ഇതാണ് ക്രിസ്ത്യാനികളുടെ മഹത്വകരമായ പ്രത്യാശ. തിരുവചനം നോക്കുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ കർത്താവിൻ്റെ വീണ്ടും വരവിനെ എടുത്തുകാട്ടി. മോശ, യോബ്, ദാവീദ്, സെക്കരിയ, മറ്റനേക പഴയ നിയമ വിശുദ്ധന്മാർ കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പുതിയ നിയമ വിശുദ്ധന്മാർ കർത്താവിൻ്റെ വരവിനെ പ്രസിദ്ധപ്പെടുത്തി. അപ്പോസ്തലനായ യോഹന്നാൻ പ്രാർത്ഥിച്ചു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. വേദപുസ്തകത്തിലെ അവസാന പ്രാർത്ഥനയാണിത്. കർത്താവിൻ്റെ മടങ്ങി വരവ് വാഗ്ദത്തത്തിന്റെ പുറകാലെയുള്ള യോഹന്നാന്റെ പ്രാർത്ഥനയാണിത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വരവ് നോക്കി പാർക്കുന്നവരും അത് പ്രാർത്ഥിക്കുന്നവരുമായി തീരണം. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, കർത്താവിൻ്റെ വരവ് നമ്മൾ നോക്കി പാർക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരുക. യോഹന്നാൻ പറഞ്ഞു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താനെ നിർമ്മലീകരിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അതിൽ വർദ്ധിപ്പീൻ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, ആ കാലം
എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്: ഭാഗ്യകരമായ പ്രത്യാശ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു 1 തെസ്സലോനി 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. വളരെ പ്രാധാന്യമുള്ള ഒരു വാക്ക് പൗലോസ് പറഞ്ഞു. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ. എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിച്ചത്? അനേക സത്യങ്ങൾ തൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് പറയുകയാണ്: മനുഷ്യന്റെ വാക്കുകളും മനുഷ്യന്റെ പഠിപ്പിക്കലും തിരുവചനമായി വ്യത്യാസം വരും, എന്നാൽ ആദിയും അന്തവുമായ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ. അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലനായ യാക്കോബ്, യൂദ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിച്ചു. തിരുവചനം കർത്താവ് എങ്ങനെ മടങ്ങി വരുമെന്ന് പറയുന്നു. തിരുവചനം പറയുന്നത് കർത്താവ് യഥാസ്ഥിതമായി വ്യക്തിപരമായ മടങ്ങി വരവിനെ കുറിച്ചാണ്. 1 തെസ്സലോനി 4 16-17 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവവചന പ്രകാരമുള്ള ചരിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്ന ചരിത്രത്തിൻ്റെ നാഴികക്കല്ലാകുന്ന നിമിഷം ദൈവം സകലത്തെയും ഭരിക്കുകയും തൻ്റെ നിത്യതയുടെ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്നേഹിതരെ, ഏറ്റവും വലിയ നിമിഷത്തിൻ്റെ സ്റ്റേജിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തിരശീല മാറുവാൻ പോകുന്നു. ആ മഹാസംഭവം ദർശിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. കർത്താവ് വീണ്ടും വരും. ഒരു നീണ്ട കാലയളവിൽ അതിനുശേഷം അനേക സംഭവങ്ങൾ നടക്കും. കർത്താവിൻ്റെ വരവിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സംഭവം സഭയുടെ എടുക്കൽ ആണ്. കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നു. ആ സമയം വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ അവരോടൊപ്പം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. തിരുവചനം പറയുന്നു, ഓരോരുത്തന് ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കിട്ടുന്നതിന് ന്യായവിധിയിൽ കൂടെ നമ്മളെല്ലാവരും കടന്നു പോകും. പിന്നീട് വെളിപ്പാട് പുസ്തകം 19 നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കും. കുഞ്ഞാടിൻ്റെ കല്യാണവും ഒരുങ്ങിയിരിക്കുന്നു. കാന്തയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, കർത്താവ് രാജാതിരാജാവും കർത്താതി കർത്താവും ആയിട്ട് മടങ്ങി വരുന്നു. ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയുമായുള്ള ചേരൽ. വിശുദ്ധന്മാർ കർത്താവിൽ സ്വർഗത്തിൽ ആനന്ദിക്കുമ്പോൾ ലോകം പീഡനത്തിൽ കൂടെ കടന്നു പോകും. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി വന്നതിന് ശേഷം സഭയുമായി കടന്നു വരും. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, സുവർണ യുഗത്തിന് ശേഷം വെള്ളസിംഹാസനത്തിലുള്ള ന്യായവിധി അത് നഷ്ടപ്പെട്ടു പോയവർക്കൊരു യാഥാർത്ഥ്യമാണ്. നിത്യതയിൽ ഓരോ പാപിയും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷാവിധിയുടെ കാഠിന്യതയുടെ അളവ് തിരുവചനത്തിൽ നമ്മളെ വായിക്കുകയാണ്. തിരുവചനത്തിൽ വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിനുശേഷം ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും മാറിപ്പോകും,
ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. ഇത് ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള നിത്യമായ അവസ്ഥയുടെ തുടക്കമാണ്. ഇന്ന് എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ നമ്മുടെ ജീവിതത്തിലെ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ഒരുമിച്ച് ഇന്ന് ചിന്തിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ കൂടെ അടിയനോട് സംസാരിച്ചതിനായി സ്തോത്രം. അടിയൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇത് ശ്രവിച്ച എല്ലാ പ്രേക്ഷകരെയും അടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുകയും ഇത് ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.